ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 50 നോമ്പിൻ്റെ 8-ാം ദിവസത്തിൽ വലിയ നോമ്പ് നമസ്കാര ക്രമപ്രകാരം സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗവും ചിന്താവിഷയവും സ്പർശനത്തിലൂടെ ഉള്ള സൗഖ്യം എന്നാണ്. ഇവിടെ കർത്താവ് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ കരുണ നിയമങ്ങളെക്കാൾ വലിയതും യേശുവിൻ്റെ സ്നേഹം ഭയങ്ങളെക്കാൾ ശക്തവും ആണെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇടവകയായിട്ട് കുരിശിൻ്റെ വഴി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ തുടർച്ചയായ ധ്യാനങ്ങളിൽ എനിക്കും ഭാഗമാകാൻ അവസരം തന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അതിനോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്ത്യാച്ചനെയും ഇടവകയോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ലവനായ കർത്താവേ, പരിശുദ്ധമായ 50 നോമ്പിൻ്റെ 8-ാമത്തെ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. കുഷ്ഠരോഗിയെ സ്പർശനത്തിലൂടെ സൗഖ്യമാക്കിയ കർത്താവേ, ഞങ്ങളുടെ ശരീരവും മനസ്സും അങ്ങയുടെ സ്പർശനത്തിലൂടെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹയോട് പറഞ്ഞവനായ കർത്താവേ, നിൻ്റെ വലിയ പ്രശ്നങ്ങൾക്ക് എൻ്റെ പക്കൽ വലിയ പരിഹാരവും നിൻ്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് എൻ്റെ പക്കൽ ചെറിയ പരിഹാരമുണ്ടെന്ന് പറഞ്ഞവനായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ വായിലെ വാക്കുകളും ചിന്തകളും ഈ സന്ദർഭത്തിൽ ഏറ്റവും ഫലപ്രദമാകത്തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളുടെ വിശുദ്ധ സുവിശേഷങ്ങളിൽ കുഷ്ഠരോഗികളെ പറ്റിയും മറ്റ് പലതരത്തിലുള്ള രോഗികളെ പറ്റിയും പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രോഗികൾ ശാപഗ്രസ്തരാണ് എന്ന് മുദ്ര കുത്തിരിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായി ഈ രോഗികൾക്ക് സൗഖ്യം ഒക്കെയും നൽകിയിരിക്കുന്നതായി നമുക്ക് ഈ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗിയായ മനുഷ്യനെ നമ്മുടെ ദൈവം തമ്പുരാൻ സൗഖ്യമാക്കുന്നതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു കുഷ്ഠരോഗി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറയുന്ന ആ സമയത്ത് തന്നെ ആ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുകയാണ്. കർത്താവിന് കരുണ തോന്നിയാൽ പിന്നെ മാറ്റമില്ല, താമസമില്ല, തടസ്സമില്ല. പെട്ടെന്നുള്ള പ്രവൃത്തിയാണ് പിന്നീട് നാം അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കരുണയുടെ ഉത്തരമാണ് സൗഖ്യം. ക്രിസ്തുവിൻ്റെ കരുണയുടെ ഉത്തരമാണ് നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലുള്ള വലിയ മാറ്റങ്ങൾ. ക്രിസ്തുവിൻ്റെ കരുണയുടെ ഉത്തരമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി. ഈ കുഷ്ഠരോഗി ഇതെല്ലാം അനുഭവിച്ച് അറിയുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മളുടെ മേൽ വരുമ്പോൾ പഴയതുപോലെ ജീവിതം തുടരുകയില്ല. ദൈവം തമ്പുരാൻ കുഷ്ഠരോഗിയെ തൊട്ടതിന് ശേഷം വീണ്ടും കുഷ്ഠരോഗിയായി തുടർന്നു എന്നല്ല. ഇന്നലെ വരെ എങ്ങനെയാണോ അതുപോലെയല്ല ഇന്ന് പോയത്. രാവും പകലും പോലെ മാറി. ദൈവത്തിൻ്റെ കരം നമ്മളെ തൊട്ട് കഴിയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റും. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറും. ആ വ്യക്തിയുടെ ശരീരത്തിന് കുഷ്ഠമുണ്ടായിരുന്നതുപോലെ പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. എന്നാൽ ദൈവം തമ്പുരാൻ കൈനീട്ടി നമ്മളെ സ്പർശിച്ചു കഴിയുമ്പോൾ ആ അവസ്ഥയ്ക്ക് എല്ലാം മാറ്റം സംഭവിക്കും. പഴയ അവസ്ഥയിൽ തുടരുകയില്ല. കുഷ്ഠരോഗിയെ തൊട്ടതിന് ശേഷം പഴയ അവസ്ഥയിൽ അല്ല തുടർന്നത്. പഴയ അവസ്ഥയിൽ തുടരാൻ ദൈവം തമ്പുരാൻ അനുവദിക്കുകയില്ല. ദൈവം പുതിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും. മുറിവേറ്റവനെ കണ്ട്, വേദനിക്കുന്നവനെ കണ്ട് മുഖം തിരിച്ച് കടന്നു പോകുന്ന ഒരു ദൈവത്തെ എവിടെയും കാണാൻ സാധിക്കുകയില്ല. വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും വീണ് കിടക്കുന്നവരെയും എല്ലാം നഷ്ടപ്പെട്ട ഒരാളെയും കണ്ടിട്ട് മുഖം തിരിച്ചു പോകുന്ന ഒരു ദൈവത്തെ സുവിശേഷത്തിൽ കാണുന്നില്ല. വേദനിക്കുന്നവനെയും മുറിവേറ്റവനെയും കണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവ് വെച്ച് കെട്ടി അവനെ എത്തേണ്ടടുത്ത് സുരക്ഷിതമായിട്ട് എത്തിക്കുന്ന, അവൻ്റെ ജീവിതത്തെ കൈപിടിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് സുവിശേഷത്തിൽ കാണുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം നമ്മളുടെ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്.
ആ ദൈവമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ മനസ്സലിവിനും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുഷ്ഠരോഗി അനുഭവിച്ചതുപോലെ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാനുള്ള കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകട്ടെ. ഈ നോമ്പുകാലം ആത്മാവിലും ശരീരത്തിലും ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.